സങ്കീർത്തനത്തിന്റെ ആമുഖം, ഉദ്ദേശ്യം, പ്രസംഗകർക്കുള്ള 10 ചിന്തകൾ, ഓരോ ചിന്തയ്ക്കും ബൈബിളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ, ഉപസംഹാരം എന്നിവ വിശദമായി പറയാം. ആമുഖം: ദൈവത്തിന്റെ അഭിഷിക്തനെതിരെയുള്ള ലോകത്തിന്റെ പ്രതിരോധവും അതിന്റെ ഫലമായുള്ള ദൈവത്തിന്റെ വിജയവുമാണ് 2 സങ്കീർത്തനം പറയുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ രാജത്വത്തെയും ദൈവത്തിന്റെ പരമാധികാരത്തെയും എടുത്തു കാണിക്കുന്നു. ഉദ്ദേശ്യം: യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ പ്രഖ്യാപിക്കുക, ദൈവത്തിന്റെ പരമാധികാരം വെളിപ്പെടുത്തുക, ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരുടെ വിധി വ്യക്തമാക്കുക, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അനുഗ്രഹം അറിയിക്കുക എന്നിവയാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പ്രസംഗകർക്കുള്ള 10 ചിന്തകളും ഉദാഹരണങ്ങളും. 1. ദൈവത്തിന്റെ പരമാധികാരം. ലോക ഭരണാധികാരികൾ ദൈവത്തിനെതിരെ ഗൂഢാലോചന നടത്തിയാലും ദൈവം അവരെ പരിഹസിക്കുകയും തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും ചെയ്യും. ഉദാഹരണം: ഫറവോൻ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കിയെങ്കിലും ദൈവം മോശയിലൂടെ അവരെ വിടുവിച്ചു. 2. യേശുക്രിസ്തുവിന്റെ രാജത്വം. സങ്കീർത്തനം യേശുവിനെ ദൈവത്തിന്റെ അഭിഷിക്ത രാജാവായി ചിത്രീകരിക്കുന്നു. അവന്റെ ഭരണം ശാശ്വതവും സർവശക്തവുമാണ്. ഉദാഹരണം: യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും അവൻ ദൈവപുത്രനും ലോകത്തിന്റെ രക്ഷകനുമാണെന്ന് തെളിയിക്കുന്നു. 3. ദൈവത്തിന്റെ കോപം. ദൈവത്തിനെതിരെ മത്സരിക്കുന്നവർ അവന്റെ കോപത്തിന് പാത്രമാകും. ഇത് അനുതാപത്തിന്റെയും അനുസരണത്തിന്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണം: സോദോം ഗൊമോറ പട്ടണങ്ങൾ ദൈവത്തിന്റെ കോപം അനുഭവിച്ചു. 4. ദൈവത്തിന്റെ ക്ഷണം. ദൈവം എല്ലാവരെയും തന്റെ പുത്രനിൽ വിശ്വസിക്കാനും രക്ഷപ്രാപിക്കാനും ക്ഷണിക്കുന്നു. ഇത് സുവിശേഷത്തിന്റെ സാർവത്രിക സ്വഭാവം എടുത്തുകാണിക്കുന്നു. ഉദാഹരണം: ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകി. 5. യേശുവിൽ അഭയം തേടുക. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവിൽ അഭയം തേടുക എന്നതാണ്. ഉദാഹരണം: പെട്ടകത്തിൽ അഭയം തേടിയ നോഹയും കുടുംബവും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. 6. രാജാവിനെ ചുംബിക്കുക. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ വാക്യം വ്യക്തമാക്കുന്നു. ഉദാഹരണം: ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ചു. 7. ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത സങ്കീർത്തനം ഊന്നിപ്പറയുന്നു. ഉദാഹരണം: ഇയ്യോബ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു. 8. സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുക. ദൈവത്തെ സേവിക്കുമ്പോൾ ഭയത്തോടൊപ്പം സന്തോഷവും ഉണ്ടായിരിക്കണം. ഇത് ദൈവവുമായുള്ള ബന്ധത്തിലെ ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം: ദാവീദ് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചു. 9. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യം. യേശുവിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ ദൈവത്തിന്റെ സംരക്ഷണത്തിലും സ്നേഹത്തിലും എന്നും നിലനിൽക്കും. ഉദാഹരണം: യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. 10. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ദൈവം തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ വെച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണം: അബ്രാഹാമിന് ദൈവം സന്തതികളെ വാഗ്ദാനം ചെയ്തു. ഉപസംഹാരം: ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരുടെ വിധി ഭയാനകമാണ്. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.